ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി സ്വർഗം പിടിച്ചടക്കിയ പോലെയാണല്ലേ. കാരണം വേറെ ഒന്നുമല്ല, തനിക്ക് തൻ്റെ കാറ് കിട്ടി. വേറെ ഒന്നും വേണ്ട സച്ചിക്ക്. തൻ്റെ കാറ് തൻ്റെ ആകെയുള്ളൊരു വരുമാനമാർഗം. എവിടെയൊക്കെ കടമുണ്ടെന്ന് നമ്മളെ സച്ചിക്ക് അറിയത്തുള്ളൂ. കാരണം സച്ചി അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്താണെങ്കിലും സച്ചി നീറ്റായിട്ട് ചെയ്ത് കറക്റ്റ് CC ആണെങ്കിലും കറക്റ്റ് അടച്ച് തൻ്റെ കാറിനെ തൻ്റെ ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ കാറിൻ്റെ ആ ഒരു താക്കോല് പോലീസുകാരൻ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ രേവതീനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ആ ഒരു നോട്ടത്തിലൂടെ എല്ലാം ഉണ്ട്. എന്തോ സ്വർഗം കീഴടക്കി ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സീനല്ലേ നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പോൾ ഇനി ഇതിലും ഗംഭീരമായ സീനുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും സച്ചിയും രേവതിയൊക്കെ ചേർന്ന് കാറ് കിട്ടിയല്ലോ. അതിൻ്റെ സന്തോഷത്തിൽ എത്രയും പെട്ടെന്ന് കാർ എടുത്തോണ്ട് അവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ സച്ചി പറഞ്ഞു, അതെ ഞാൻ കാറിനകത്ത് കയറട്ടെ, കാറ് ഓടിക്കട്ടെ, ബാ എല്ലാവരും കൂടെ കയറ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഏതായാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവർ കയറിയില്ല കേട്ടോ. ഇവരവിടെ നിൽക്കുകയാണ്. ഇവർ കയറുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചുമ്മാ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. എന്ത് ചെയ്താൽ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു, എന്താ സച്ചിയേട്ടാ പറ്റിയത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം അല്ല എടാ ഇത് സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സച്ചി ഇതിനിപ്പോൾ എന്താ പറ്റിയത്, അല്ല ചിലപ്പം ഞാനല്ലല്ലോ ഇത്രയും ദിവസം ഓടിച്ചത്, അതുകൊണ്ട് എൻ്റെ വണ്ടി എന്നോട് പിണങ്ങിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി. എന്ത് ചെയ്താൽ സ്റ്റാർട്ടാകുന്നില്ല. സച്ചിക്ക് അങ്ങ് ആകെപ്പാടെ ടെൻഷനായി, ശ്രീകാന്തിന് ടെൻഷനായി, അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കൊക്കെ ടെൻഷനായി. രേവതിക്കൊന്നും അറിയില്ലല്ലോ, ഇവർക്കൊന്നും അറിയില്ല ഇതിൻ്റെ പിന്നിലൊരു വലിയ കളിയുണ്ടെന്ന്. അങ്ങനെ പിന്നെ ആ ഒരു എൻജിൻ ബോക്സൊക്കെ നോക്കാൻ വേണ്ടി ആ ഒരു വണ്ടി തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ബോണറ്റെന്നങ്ങാണ്ടല്ലേ പറയുന്നത്, ആ സംഭവം തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്നൊന്നും മനസ്സിലാവുന്നുമില്ല. ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും, ചെറിയ വല്ല കംപ്ലൈൻ്റ് ആയിരിക്കും. മെക്കാനിക്ക് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കംപ്ലൈൻ്റൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിനെ വിളിച്ചു. ആ മെക്കാനിക്ക് വന്നു കഴിഞ്ഞ് മെക്കാനിക്ക് വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അയ്യോ ഇത് വളരെ കഷ്ടമായി പോയല്ലോ ചേട്ടാന്ന് പറഞ്ഞു. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അത് വേറൊന്നും അല്ല, വണ്ടി ഇനി ഓടാൻ കുറച്ച് പാടുപെടും. നിങ്ങളേതായാലും ഇപ്പം ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല, വണ്ടി ഓടത്തുമില്ല, വണ്ടി സ്റ്റാർട്ടാകത്തുമില്ലെന്ന് പറഞ്ഞപ്പം അല്ല എന്താ പ്രശ്നം, എന്തെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിൽ അത് ശരിയാക്കി തരുമോയെന്ന് ചോദിച്ചപ്പം ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല, ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ദേ വണ്ടിക്കകത്തെ എൻജിനൊക്കെ ഉണ്ടല്ലോ ചന്ന ഭിന്നമാക്കി വെച്ചിരിക്കുക. ദേ ഇനിയിപ്പോൾ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ തന്നെ 1 മാസം 2 മാസം വേണ്ടി വരും. അതുമല്ല നന്നാക്കണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി 1.5 ലക്ഷം രൂപ മുടക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുങ്ങിപ്പോയി. രേവതി നടുങ്ങിപ്പോയി, എല്ലാവരും നടുങ്ങിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു, എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞപ്പം അല്ല ഈ വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചതല്ലേ ചേട്ടാ, എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവരിത് ഇല്ലാതാക്കിയത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇവന്മാരുടെ പണി, ഇവന്മാർ മിക്കവരും ഇങ്ങനെ തന്നെയാണ്. ഇവന്മാർക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ വണ്ടിയിലൊക്കെയാണ് തീർക്കുന്നത്. എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം, എൻ്റെ വണ്ടി അവന്മാർ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ചോദിക്കാൻ ചെല്ലാൻ ഇങ്ങനെ പോയതും ശ്രീകാന്ത് കയറി കൈ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട ഏട്ടാ വേണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താ പോയാൽ ഇതൊക്കെ ശരിയായ നടപടിയാണോ? ഇങ്ങനെയാണോ ഒരു പോലീസുകാർ നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാരന്മാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നേട്ടാ ഒന്നിനും പോകണ്ട, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ വീണ്ടും കൂനുമേൽ കുരു ആവുകയുള്ളൂ. എന്തിനാ വെറുതെ നമ്മൾ തൊണ്ടയിട്ട് അലയ്ക്കുന്നതും നമ്മളിങ്ങനെ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകുന്നതും. ലാസ്റ്റ് ഇത് അവന്മാരെന്തെങ്കിലും രീതിയിൽ നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കും. അല്ലാതെ ഇത് അവന്മാർ അംഗീകരിക്കുന്ന സച്ചിയേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, വേണ്ട സച്ചിയേട്ടൻ പറഞ്ഞാൽ ശരി, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ദേവു നീ മിണ്ടാതിരിക്കുക, അതെ നമുക്ക് വണ്ടി ശരിയാക്കിയേ പോരെ, നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. എന്താ രേവതി നീ പറയുന്നത്, ഈ 1.5 ലക്ഷം രൂപ എവിടെ നിന്നുണ്ടാക്കാനാ? ഇപ്പം തന്നെ കണ്ടില്ലേ അച്ഛനെ എനിക്ക് പൈസ തന്നത്, ഇനി 1.5 ലക്ഷം രൂപ ഉണ്ടാക്കുക. അതുമല്ല എൻ്റെ CC 2 മാസം വണ്ടി ഓടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നീ ഒന്ന് ഓർത്ത് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ രേവതി പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ നമ്മൾ ഇനി വഴക്കുണ്ടാക്കാൻ പോകണ്ട, ഇനി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലാണ് രക്ഷപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ സച്ചി പറഞ്ഞു, കോപ്പ എനിക്ക് കാലി വരുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പോയതാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ മുഖം അങ്ങ് മാറി. അപ്പോൾ രേവതി പറഞ്ഞു, എനിക്കറിയാം, ഞാനും കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ ദേ നിങ്ങളെ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം, ദേ രേവതി ആ അർത്ഥത്തിലാണോ ഞാൻ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടനെ, രേവതിയേട്ടത്തിന് ഇനി ചാടിക്കടിക്കുകയോ രേവതിയേട്ടത്തി ഒന്നും പറയുകയോ ചെയ്യരുത്. അതൊരിക്കലും ദൈവത്തിന് പിടിക്കില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ. ഞാൻ പറയാതെ പറഞ്ഞതാണല്ലോ പല കാര്യങ്ങളും. ആ മേഡത്തിൻ്റെ കൈയും കാലും പിടിച്ചു. ദേ ഇതുവരെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഏട്ടൻ വരുന്നത് നോക്കി, ഏട്ടൻ്റെ വണ്ടി കിട്ടുന്നത് നോക്കി പുറകെ നടക്കുന്നില്ലേ? അതിന് ഒരു നല്ല മനസ്സ് വേണം ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി രേവതീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും രേവതീനെ ഏകദേശം നമ്മുടെ സച്ചി അറിയാൻ തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും മെക്കാനിക്കൽ പറഞ്ഞു, ഏതായാലും ഇപ്പോൾ ഇത് വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് വരെ എത്തിച്ചു തരികയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും രണ്ടും കൽപ്പിച്ച് വണ്ടി തള്ളാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ രേവതി എല്ലാവരും കൂടെ ചേർന്ന് വണ്ടി തള്ളി 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 കൊണ്ടുപോയി ഒരു വിധത്തിൽ അത് കൊണ്ടുപോയി വർക്ക്ഷോപ്പിലിട്ടു. ഏതായാലും നമ്മുടെ സച്ചിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ 1.5 ലക്ഷം രൂപ ഒരു സാധാരണക്കാരനെ കൊണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് ചെന്നു. ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ചന്ദ്രയും സുധിയും കൂടെ വലിയ വലിയ സംസാരങ്ങളാണ്. ഇനി എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോടാ, ബാക്കി പൈസക്ക് ഇനി എന്ത് ചെയ്യും? കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്താനാണ് ഞാൻ തീരുമാനിച്ചത്. അതുമല്ല ഞാൻ ശ്രുതിമോളോട് പറയുകയും ചെയ്തു, ശ്രുതിമോൾക്കൊരു 10 പവൻ്റെ മാല തന്നെ എടുക്കണ്ടേ, താലിമാല തന്നെ എടുക്കണ്ടേ. 10 പവനേലും താലി കെട്ടിയില്ലെങ്കിലേ അത് ശരിയാവില്ല. ഇനിയിപ്പോൾ ഒരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ബാക്കി പൈസയ്ക്ക് എവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുക സംസാരം. ഈ സമയത്താണ് സച്ചി രേവതിയൊക്കെ കയറി വരുന്നത്. ഇവർ കയറി വന്ന ഉടനെ നമ്മുടെ രവീന്ദ്രൻ, അല്ല മോനെ വണ്ടി എന്തിയെന്ന് ചോദിക്കൂല്ലോ. അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല വണ്ടി എന്തിയെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെച്ചാൽ വർക്ക്ഷോപ്പിൽ എന്ത് പറ്റി, വണ്ടിക്ക് എന്താ പറ്റിയത്? അത് പിന്നെ വണ്ടിക്ക് എന്ത് പറ്റാനാ, വണ്ടിക്ക് എല്ലാം പറ്റിയെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രശോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ഇത് നമുക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ടേക്ക് പോകാം, അല്ലാതെ ഇപ്പം എന്താ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതൊന്നും ശരിയാവില്ല അച്ഛാ, അതൊക്കെ ശരിയാവില്ല. കാരണം അവന്മാർ നമ്മുടെ തലയിൽ തന്നെ ഇത് കൊണ്ട് ഇടത്തുള്ളൂ. എന്നെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പോലീസുകാരന്മാർ ചെയ്ത കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ യൂണിഫോമിന് അവർ നീതി ന്യായവും ഒന്നും കൽപ്പിക്കുന്നില്ല. നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനും ഒന്നും പറ്റില്ല. അവർ നമ്മൾ ചൂഷണം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇപ്പം എന്താ ചെയ്യുക? 1.5 ലക്ഷം രൂപ ഉണ്ടാക്കണം. അല്ല അപ്പം വണ്ടി ഇപ്പം 50 ലക്ഷം രൂപ കൊടുക്കണം, അത് കഴിഞ്ഞിട്ടേ അവർ പണി തുടങ്ങത്തുള്ളൂ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ മോനെ ചെയ്യേണ്ടത്? 50 ലക്ഷം അല്ല കേട്ടോ, സോറി, 50,000 രൂപ കൊടുക്കണം, അത് കഴിഞ്ഞ് പണി നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. 50,000 രൂപയ്ക്ക് ഇനി എന്താ ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ ബുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി പൈസ എടുക്കാമെന്ന് ഓർത്താ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം, അതൊന്നും വേണ്ട, എന്തിനാ മോനോ ഇങ്ങനെ കടം വരുത്തി വെക്കുന്നത്? നിനക്ക് ആവശ്യത്തിന് കടവില്ലേ? ഇനിയിപ്പം നീ എങ്ങനെ ഈ കടവൊക്കെ വീട്ടും? വണ്ടിയുടെ CC അടയ്ക്കാനില്ലേ? ആ CC അടയ്ക്കണമെങ്കിൽ തന്നെ വണ്ടി ഓടാതെ പറ്റുമോ? അതിൻ്റെ കൂടെ നീ ബൈക്കിനും കൂടെ ആ ഒരു ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ അച്ഛാ ഞാൻ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പം ചെയ്യാനുള്ളത് ഏതായാലും ചന്ദ്ര പൈസയൊന്നും തരാൻ പോകുന്നില്ലല്ലോ. ചന്ദ്രയുടെ കയ്യിലിരിക്കുന്ന പൈസ കല്യാണത്തിന് ചിലവാക്കണമല്ലോ എന്ന് പറഞ്ഞപ്പം, പിന്നെ എൻ്റെ പൈസയൊന്നും ആരും ഇവിടെ പ്രതീക്ഷിക്കണ്ട, തരേണ്ടത് ഞാൻ തന്നു. വണ്ടി പോകുവാണെങ്കിൽ പോട്ടെന്ന് വെക്കണം, വണ്ടി ഉണ്ടായിട്ട് എന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്? അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വണ്ടിയുടെ കാര്യമൊന്നും നിനക്കറിയണ്ടല്ലേ, നിനക്ക് വണ്ടിയുടെ കാര്യം അല്ലെങ്കിലും അറിയണ്ട, വണ്ടി ഉണ്ടായിട്ടേ കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ നീ ഇപ്പം ഇവിടെ വല്ലതും ഞണ്ണി തിന്ന് കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വണ്ടി ഉള്ളത് കൊണ്ടാ, നീ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ഏതായാലും ഇനിയിപ്പം വേറെ ഒന്നുമില്ല, പൈസ ഉണ്ടാക്കാൻ വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടിപ്പോയ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൂടിപ്പോയാൽ 5 ലക്ഷം രൂപ അത് എടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രമാണം കൊണ്ട് പണയം വെക്കാം, അത് പെട്ടെന്ന് ഇങ്ങ് എടുക്കാനും പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഞടുങ്ങി. പ്രമാണമോ എന്ന് ചോദിച്ചു. പ്രമാണം അത്രയും വലിയ പൈസയൊന്നും അല്ലല്ലോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ശ്രീകാന്തും പറഞ്ഞു, എനിക്കും കുഴപ്പമില്ല അച്ഛാ, എന്നാൽ പിന്നെ പ്രമാണം കൊണ്ട് പണയം വെക്കാം, നമുക്ക് ഇച്ചിരി പൈസ മതിയില്ലോ, 5 ലക്ഷം രൂപ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആകപ്പാടെ വിയർത്ത് എന്താ പറയുക, ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതൊന്നും പറ്റില്ല. അത് പറ്റില്ലെങ്കിൽ പിന്നെ എന്താ പറ്റുക? അതേ പറ്റൂ, ഞാൻ പോയി പ്രമാണം എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കയറി അങ്ങോട്ട് തടഞ്ഞു, കൈ വെച്ച് തടഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട, പ്രമാണത്തിൽ തൊട്ടൊന്നും കളിക്കണ്ട, അതിൻ്റെ കാര്യമൊന്നുമില്ല,
പൈസ അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കയ്യിലിരുന്ന് ആ പൈസ മുഴുവനും നമ്മുടെ സച്ചിക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. വേറൊരു നിവർത്തിയില്ല പുള്ളിക്കാരിക്ക്. എങ്ങനെ കൊടുക്കാതിരിക്കും നമ്മുടെ പുള്ളിക്കാരി? മുഴുവനും കൊടുക്കുന്നില്ല, ആദ്യത്തെ ആ ഒരു ഇച്ചിരി പൈസ അങ്ങോട്ട് നന്നാക്കാൻ വേണമല്ലോ, അപ്പോൾ ആ ഒരു പൈസ കൊടുക്കുകയാണ്. വേറെ നിവർത്തിയില്ല പുള്ളിക്കാരിക്ക്. പ്രമാണം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമാണം വെക്കാൻ പ്രമാണം ഇല്ലല്ലോ, പ്രമാണം തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര കുടങ്ങും. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു അക്കിടി പറ്റുകയാണ്. ഏതായാലും നമ്മുടെ സച്ചി ആ പൈസയും കൊണ്ട് ഒരു ആശ്വാസം കണ്ടെത്തുക തന്നെയാണ്. ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു എത്തും പിടിയില്ല, ബാക്കി പൈസ ഉണ്ടാക്കണമല്ലോ. അതും കൊണ്ട് നമ്മുടെ ചന്ദ്ര പിന്നെയും നേരെ എങ്ങോട്ടേക്ക് വിട്ടു? നമ്മുടെ പലിശ ആ ഒരു പ്രമാണം പണയം വെച്ച ആ ഒരു പലിശക്കാരനുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ ഭാമേനയും കൂട്ടി ചെന്നു. അവിടെയാണെങ്കിൽ ഇവർ ചെല്ലുന്ന എപ്പോഴും നടക്കുന്ന കലാപരിപാടികളുണ്ടല്ലോ. അതായത് ഓരോരുത്തർ വരുന്നു, പ്രമാണം വെക്കുന്നു, പൈസ എടുത്തുകൊണ്ട് പോകുന്നു, ആ പലിശ തിരിച്ചടച്ചില്ലെങ്കിൽ അതിന് പണിഷ്മെൻറ്റുകൾ അയാൾ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് വീണ്ടും നമ്മുടെ ചന്ദ്ര ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മുടെ ആ ഒരു പലിശക്കാരനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്കൊരു 5 ലക്ഷം രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയോ? അതിനിപ്പോൾ എന്താ സാർ 5 ലക്ഷം രൂപ തരത്തില്ലേ? അതിനേക്കാളും മുതലിനുള്ളതുണ്ടല്ലോ ആ പ്രമാണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ശരി, പക്ഷേ ഇനിയിപ്പം ചന്ദ്ര ഒന്ന് ഒപ്പിട്ടതല്ലേ അതിൽ, അതുകൊണ്ട് ഭാമ ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ഭാമയ്ക്ക് പേടിയായിട്ടോ. ഭാമയോട് പറഞ്ഞു, ചന്ദ്ര പറഞ്ഞു ധൈര്യമായിട്ട് ഒപ്പിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഭാമ ഒപ്പിട്ടൊക്കെ കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങി അതേ സ്പോട്ടിൽ തന്നെ അവിടെ തന്നെയാണ് നമ്മുടെ സച്ചിയും വരുന്നത്. അപ്പോൾ സച്ചി അവിടെ വരുന്നത് വേറെ ഒന്നിനുമല്ല, ഈ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് തന്നെ കേട്ടോ സച്ചിയും പൈസ എടുത്തിരിക്കുന്നത്, ബുക്ക് പണയം വെച്ച്, അതായത് കാറിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൈസ എടുക്കാൻ വരുന്നത്. ജസ്റ്റ് മിസ്സായി പോയി, ഇല്ലെങ്കിൽ ചന്ദ്രനെ കണ്ടേനെ. അവിടെ വന്ന് ചന്ദ്ര പോയ ഉടനെ വന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, എന്താ സച്ചി നിൻ്റെ കാറിന് ഏതോ പറ്റിയെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതെ ശരിയാ, കേട്ടതൊക്കെ ശരിയാ, എന്ത് ചെയ്യാനാ, ഒരു ദുഷ്ടൻ, ഒരു ആരാന്നറിയില്ല, ആരാണെങ്കിലും അവനായിട്ട് ഞാൻ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ആ പ്രമാണം ഇരിക്കുന്നത് നമ്മുടെ സച്ചി കണ്ടിട്ട് പ്രമാണം എടുത്ത് കൈ വെച്ചിട്ട്, ഓഹോ ഇതൊരു വീടിൻ്റെ പ്രമാണമാണെന്ന് തോന്നല്ലോ, ഏതായാലും നല്ല ചിക്കിൽ തടയും, ഇതും ഇനിയിപ്പം സാറിന് സ്വന്തമാകാൻ പോവോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും, അതെ അവിടെ വെച്ചേ എന്ന് പറഞ്ഞ് ആ പ്രമാണം മേടിച്ചു വെച്ചു. അത് ഏത് പ്രമാണമാണ്? നമ്മുടെ സച്ചിയുടെ വീടിൻ്റെ പ്രമാണം തന്നെയാണ്, ചന്ദ്ര കൊടുത്തിട്ട് പോയതാ. അങ്ങനെ നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പൈസയൊന്നും അടയ്ക്കാൻ പറ്റില്ല സാർ, 2 മാസത്തേന് എനിക്ക് ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പം, അത് വലിയ കഷ്ടമാണല്ലോ, എങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്യേ, ഇവിടെ നിന്നൊരു വണ്ടി എടുത്തോ, ഇവിടെ ഇഷ്ടംപോലെ വണ്ടി പിടിച്ചിട്ടുണ്ടെന്നേ, ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി തൽക്കാലം വാടകയ്ക്ക് ഓടിച്ചോ, അപ്പം തനിക്ക് വാടകയും തരാം, അതുപോലെ CC അടയ്ക്കാം, തൻ്റെ ചിലവിൻ്റെ കാര്യവും കഴിയുമെന്ന് പറഞ്ഞപ്പം, ഓക്കെ അത് ശരിയാണല്ലോ. നമ്മുടെ സച്ചി ആ രീതിയിൽ ചിന്തിച്ചു. ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഏതായാലും അവിടെ നിന്ന് ഒരു വണ്ടി റെൻറ്റിന് എടുക്കുകയാണ് കേട്ടോ. ഏതായാലും വളരെ വിഷമത്തോടു കൂടി തന്നെ എടുക്കുന്നത്. സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചിട്ട് അത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയതിൻ്റെ വിഷമവും സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സച്ചി. ഇനിയിപ്പോൾ നമ്മുടെ സച്ചി എന്താണ് ചെയ്യുന്നത്? സച്ചിക്ക് ഇനി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അതിന് പകലില്ലാതെ അധ്വാനിക്കുന്ന സച്ചി, അതിന് കൂടെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന നമ്മുടെ രേവതി. അങ്ങനെ രാവിലെ സച്ചി എണീക്കുകയും രാവിലെ തന്നെ എണീറ്റ് ഓട്ടം പോവുകയും, നമ്മുടെ സച്ചി രേവതിനെ കടി കണ്ടിട്ടൊക്കെ പോകത്തുള്ളൂ, അതും കോലം ഒക്കെ വരച്ചിട്ട് പോവുകയുള്ളൂ. കോലം വരയ്ക്കണം എങ്കിലേ നമ്മുടെ സച്ചി പോകത്തുള്ളൂ. കാരണം ഏകദേശം നമ്മുടെ രേവതിയോട് അടുത്തടുത്ത് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി വിവാഹം വിളിക്കാൻ പോവുകയും, ശ്രുതി നേരത്തെ ഒരു മേഡം ഉണ്ടായിരുന്നല്ലോ, ആ മേഡത്തിനെ വിവാഹം വിളിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മേഡം ഒരു നല്ല തുക ഗിഫ്റ്റായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിനിടയിലും നമ്മുടെ കൂട്ടുകാരി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ചെയ്യുന്നത് വലിയ ഇത് തന്നെയാണ്, എന്താ പറയുക, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും നിൻ്റെ ജീവിതത്തിൽ നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഞാൻ തരണം ചെയ്തു പോകുമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സീനുകൾ കാണിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയോട് സങ്കടങ്ങളൊക്കെ പറയുന്ന സച്ചി, രേവതിയെ തിരിച്ചറിയുന്ന സച്ചി, രേവതി ഉള്ളത് ഒരാശ്വാസമാവുകയാണ് സച്ചിക്ക്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. പിന്നെ നമ്മളൊരു പുതിയ വ്ളോഗ് ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഞാൻ നമ്മുടെ 2-3 പിക്ക് ഇട്ടിട്ട്, അതായത് എൻ്റെ കുറച്ച് പിക്ചറൊക്കെ ഇട്ടിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ പുതിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വിശേഷങ്ങളൊന്നുമല്ല, എൻ്റെ വിശേഷങ്ങൾ, നമ്മുടെ വ്ളോഗ്സ്, വീട്ടുവിശേഷങ്ങൾ, പിന്നെ നമ്മുടെ ഞങ്ങളുടെ ഇടുക്കിയിലെ വിശേഷങ്ങൾ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ വിശേഷം അറിയാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കോളൂ. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പോയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങളുടെ സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ.
അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.